പാട്ടൊക്കെയുണ്ട് കേരൻ തിങ്ങും കേരള നാട്ടിൽ. പക്ഷേ നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയുടെയും വില സർവ്വകാല റെക്കോർഡ് പിന്നിട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്. തീ പിടിക്കുന്ന പോലെ കുതിച്ചുയരുകയാണ് വെളിച്ചെണ്ണ വില. 1 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങാൻ 400 രൂപയിലധികം കൊടുക്കണം. ഒരു വർഷത്തിനിടെ ഉണ്ടായത് ഇരട്ടിയിലധികം വില വർധനയാണ്. ഇക്കഴിഞ്ഞ 6 മാസത്തിനിടെ 3 തവണയാണ് വില കൂട്ടിയത്. ഈ വില വർധനയ്ക്ക് മുന്നിൽ സാധാരണക്കാരുടെ അടുക്കള ബജറ്റിന്റെ താളം തെറ്റിക്കഴിഞ്ഞു. വിപണിയിൽ തേങ്ങയുടെ ലഭ്യതയും വിതരണവും കുറഞ്ഞതാണ് വെളിച്ചെണ്ണ വില ഇങ്ങനെ ഉയരാൻ കാരണം. തേങ്ങ കിലോയ്ക്ക് 80 രൂപ കടന്നിട്ടുമുണ്ട്. അരുൺ സോളമൻ നമുക്കൊപ്പം എത്തുന്നു. അരുൺ സോളമൻ, ഗുഡ് ഈവനിംഗ്. വെളിച്ചെണ്ണയ്ക്ക് 400-ലധികം രൂപ 1 ലിറ്ററിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു 1.5 ലിറ്റർ വെളിച്ചെണ്ണയെങ്കിലും 4 അംഗ കുടുംബത്തിന് ആവശ്യമാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ കണക്കെടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ചുകൂടി താഴ്ത്തിപ്പിടിക്കണം എന്ന് പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണ ഇട്ടുണ്ടാക്കുന്ന കറിയുടെ ഒരു രുചി കിട്ടത്തുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? കൊടുക്കാതെ രക്ഷയില്ല. അരുൺ, എന്തുകൊണ്ടാണ് ഈ വില ഇങ്ങനെ കൂടുന്നത്? സുജയ, നമ്മൾ കഴിഞ്ഞ വർഷം ഡിസംബറിൽ തന്നെ തേങ്ങ വില വർദ്ധിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വെളിച്ചെണ്ണ വില സംസ്ഥാനത്ത് വളരെ രൂക്ഷമായിട്ട് വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയിലാണ് കാര്യങ്ങൾ കടന്നു പോയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ 3 തവണയാണ് വില വർദ്ധിച്ചത്. അതായത് ജനുവരിയിൽ 230 രൂപയായിരുന്നു വിലയെങ്കിൽ മെയ്യിൽ എത്തുമ്പോൾ 350 രൂപയിലേക്ക് അടുക്കുകയാണ്. ഒരു മാസം പിന്നിട്ട് ജൂണിലേക്ക് എത്തുമ്പോൾ വില 400-ലേക്ക് അതിക്രമിച്ച് കടന്നു പോകുമ്പോൾ കച്ചവടക്കാരും വലിയ പ്രതിസന്ധിയിലാണ് കടന്നു പോകുന്നത്. തലസ്ഥാന നഗരത്തിലേക്ക് വരികയാണെങ്കിൽ ഒട്ടുമിക്ക കടകളിലും ഇപ്പോൾ കൊപ്ര കിട്ടാനില്ല എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തൈക്കാടുള്ള അനന്തപുരി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ വിൽക്കുന്ന ഒരു കടയിലാണ്. ചേച്ചി, നിലവിൽ കൊപ്രയുടെ ലഭ്യത എങ്ങനെയുണ്ട്? 290 മേടിച്ചത് ഈ പ്രാവശ്യം. 290. നിങ്ങൾക്ക് 290-നാണോ കിട്ടുന്നത്? നമുക്ക് 290 കിട്ടുന്നത്. കോഴിക്കോട് നമുക്ക് ഡ്രയർ യൂണിറ്റ് ഉണ്ട്, അവിടെ നമ്മൾ ഉണങ്ങി കൊണ്ടുവരുന്നതാണ്. കേരളത്തിൽ നിന്ന് പാലക്കാട്, കോഴിക്കോട്, മലബാർ ഭാഗങ്ങളിൽ നിന്നാണോ കൊപ്ര കൂടുതൽ വരുന്നത്? മലബാർ ഭാഗത്തു നിന്നാണ് വരുന്നത്. ഇവിടെ എങ്ങനെയാ ബോട്ടിൽ എങ്ങനെയാ 1 ലിറ്റർ എണ്ണയ്ക്ക് വില? 420. 1 ലിറ്റർ 420, 1 കിലോ 430. അത് ലൂസ് വിൽക്കുന്നത്? ലൂസ് 430. അതേ മുതലാവുള്ളൂ, അല്ല നമുക്ക് മുതലാവുകയല്ല. 290 കൊപ്ര മേടിക്കുമല്ലേ, ആ കൊപ്ര നമ്മൾ വേണ്ട എണ്ണയാകണ ചെലവില്ലേ. കഴിഞ്ഞ 6 മാസം മുൻപ് ഡിസംബറിൽ കൊപ്രയ്ക്ക് എത്രയായിരുന്നു എന്ന് കൂടി ചോദിക്കുവാരുണ്ട്. കച്ചവടം കുറഞ്ഞിരിക്കുകയാണ്. കച്ചവടം കുറവാ. ചേച്ചി, കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു വില കൊപ്രയ്ക്ക്? കഴിഞ്ഞ വർഷം ഇതിന്റെ പകുതിയല്ല ഉള്ളായിരുന്നു. പകുതിയായിരുന്നു വില. അതാണ് ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ കൊപ്രയ്ക്ക് ആൾക്കാർ വരുന്നുണ്ടോ? തലസ്ഥാനത്തൊന്നും? തലസ്ഥാനത്ത് പറഞ്ഞാൽ മറ്റ് എസ് പില്ലറുകാർ ഇവിടെ എണ്ണയ്ക്ക് വരുന്നുണ്ട്. ഇപ്പം കൊപ്ര കിട്ടാനില്ലെന്നും പറഞ്ഞു എണ്ണ 50 കിലോയും 100 കിലോയും ഒക്കെ ഒന്ന് മേടിച്ചോണ്ട് പോയി ഒരു എസ് പില്ലറുകാർ ഒന്ന് മേടിച്ചോണ്ട് പോയി കൊടുക്കുന്നുണ്ട്. തേങ്ങാ പിണ്ണാക്ക് എങ്ങനെയാണ് വില ഇവിടെ ഇപ്പോൾ? തേങ്ങാ പിണ്ണാക്ക് 35 രൂപ കിലോ. സുജയ, ഏറ്റവും കൂടുതൽ മലയാളികൾ ഭക്ഷണത്തിലായാലും ജങ്ക് ഫുഡ്സിലായാലും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങളിൽ ചക്കിലാട്ടി വീഴുന്നുകൊണ്ടിരിക്കുന്ന ഈ വെളിച്ചെണ്ണ. ഇപ്പോൾ സ്വർണം പോലെ വില കയറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. പ്രധാനമായിട്ടും തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വെണ്ണ സംസ്ഥാനത്ത് ഇപ്പോൾ കൂടുതൽ എത്തുകയാണ്. 350-360 രൂപയ്ക്ക് എണ്ണ എത്തുന്നുണ്ട്. പക്ഷേ അത് വ്യാജനാണ്. ഇപ്പോൾ ആ വെളിച്ചെണ്ണ എങ്ങനെയാണ് ആട്ടിയെടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ യന്ത്രത്തിലൂടെ വീഴുന്ന ഓരോ തുള്ളിക്കും നമ്മൾ എണ്ണി വില കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. 430 രൂപ എന്ന് പറയുമ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണ, ആ 1 ലിറ്റർ വെളിച്ചെണ്ണ എത്ര ദിവസത്തേക്ക് നമുക്ക് പാചകത്തിനുണ്ടാകും? അതുകൂടി ആലോചിക്കുമ്പോഴാണ് വീട്ടമ്മമാർക്ക് ഉള്ളിലൊരു ആളലുണ്ടാകുന്നത്. വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റിപ്പിടിച്ചാൽ വെളിച്ചെണ്ണ വെച്ചുണ്ടാക്കുന്ന കറിയുടെ ഒരു രുചി കിട്ടത്തുമില്ല. എന്നാൽ വെളിച്ചെണ്ണ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബ ബജറ്റിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ തുകയുടെ തോത് കൂടുകയും ചെയ്യും. വരുമാനം കൂടുന്നുമില്ല, ചെലവ് കൂടുകയും ചെയ്യുന്നു. അതാണ് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി അളന്ന് ഈ തൂക്കി കൊടുക്കുന്ന വെളിച്ചെണ്ണ 1 ലിറ്ററിന് കൊടുക്കേണ്ടി വരുന്നത് 400 രൂപയിലധികമാണ്. തീ വില തന്നെയാണിത്.